തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? നേരത്തെ നമുക്കറിയാം, ഒരു സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് പവിത്രമായ ശബരിമല സന്നിധാനത്തേക്ക് പോലീസ് അകമ്പടിയോടുകൂടി രണ്ട് സ്ത്രീകളെ കയറ്റി വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വലിയ നെരിപ്പോട് സൃഷ്ടിച്ചവരാണ് സംസ്ഥാന സർക്കാർ. തൊട്ടടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റു തുന്നം പാടിയതോടെയാണ് അവർ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത്. ഇപ്പോഴും സുപ്രീം കോടതി വിധി അതേപോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു സ്ത്രീയെയും ശബരിമലയിൽ കയറ്റാനുള്ള നട്ടലും ത്രാണിയും ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഭക്തരുടെ വലിയ പ്രതിഷേധത്തെ മറികടന്ന് അന്ന് വനം വകുപ്പിന്റെ ആംബുലൻസിൽ പിന്നാമ്പുറത്തുകൂടി എത്തിച്ചാണ് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചത്. 18-ാം പടി ചവിട്ടിയായിരുന്നില്ല അന്നവർ സന്നിധാനത്തെത്തി അയ്യപ്പന്റെ മുന്നിലെത്തി ഗോഷ്ഠി കാണിച്ച് മടങ്ങിയത്. ഭക്തരുടെ മനസ്സുകളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു അത്. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പന്റെ മുന്നിൽ തങ്ങളുടെ ആദികളും വ്യാധികളും ഉറക്കെ വിളിച്ചു പറഞ്ഞ കരഞ്ഞു കണ്ണീരണിഞ്ഞ കണ്ണുമായി തിരികെ മടങ്ങുന്ന അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇത്രയേറെ കളങ്കം ചാർത്തിയ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതിന് പ്രായശ്ചിത്തമെന്നോണമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ബിന്ദു അമ്മിണിയെ പോലുള്ള ശബരിമല കയറിയ ചില ആക്ടിവിസ്റ്റുകൾക്ക് ഒരു മോഹമുണ്ടായിരുന്നു. എന്നാൽ അവരെ അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തിക്കില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആചാര ലംഘനത്തിന് ഇനി സർക്കാർ കോപ്പ് കൂട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. കാരണം അതിനുള്ള ത്രാണിയൊന്നും ഇപ്പോൾ ഇടതു മുന്നണിക്കില്ല. കേരളത്തിന് പുറത്തും നിരവധിയായ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ശബരിമലയിലെ കലിയുഗവരദൻ കാനനവാസൻ നിത്യ ബ്രഹ്മചാരിയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ആർത്തവത്തിന് മുമ്പും, അതായത് 10 വയസ്സിന് താഴെയും ആർത്തവ ശേഷവും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അതായത് ആർത്തവം നിലച്ചതിന് ശേഷം അവർക്ക് പ്രവേശനമുണ്ട്. ഇതിനെ മറികടന്നാണ് വിരലിൽ എണ്ണാൻ കഴിയുന്ന ചില സ്ത്രീകൾ ശബരിമലയിലെത്തി അവിടെയുള്ള ആചാരം ലംഘിക്കണമെന്ന് അന്ന് വാശി പിടിച്ചത്. എന്തായാലും കേരളത്തിലെ ഭക്തർ മാത്രമല്ല, ഇതര മതവിശ്വാസികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സർക്കാരിനെതിരായിരുന്നു. വനിതാ മതിൽ കെട്ടി ഒരു വിഭാഗത്തെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കൂടെ കൂട്ടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം ആളുകളും അയ്യപ്പന്റെ തിരുസന്നിധിയിലെ പവിത്രത എന്നും കാത്തുസൂക്ഷിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അതിൽ ഹൈന്ദവർ മാത്രമല്ല, ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും എല്ലാം ആ നിലപാടുള്ളവരായിരുന്നു, ചില CPM-കാർ ഒഴിച്ച്. പക്ഷേ CPM-കാരന് പിന്നെ ബോധോദയം വന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലമാണ് തോറ്റത്. അതിനുശേഷമാണ് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ കളി മാറുമെന്ന ചിന്ത സഖാവ് പിണറായി വിജയനും CPM-നും ഉണ്ടായത്. അതിനുശേഷം ഒരു സ്ത്രീയെയും സന്നിധാനത്ത് കയറ്റാൻ CPM മെനക്കെട്ടിട്ടില്ല, ഇനിയിട്ട് അതിന് ശ്രമിക്കുകയുമില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ എന്താണ് ലക്ഷ്യം വെച്ചതെന്ന പകൽ പോലെ വ്യക്തമാണ്. കാരണം നഷ്ടപ്പെട്ട ചില ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഗിമ്മിക്കാണ് CPM-ഉം സർക്കാരും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം നടത്തണം. അതിന് പരമാവധി ഹൈന്ദവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കണം. അതിനു വേണ്ടിയുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ആഗോള അയ്യപ്പ സംഗമം ഒരു വലിയ സംഗമമാക്കി മാറ്റി ഇതര സംസ്ഥാനത്തടക്കം ഇതിന്റെ അലയൊലികൾ തീർക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ വൃശ്ചിക മാസത്തിൽ നട തുറന്നതിന് ശേഷം ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുക മലയാളികൾ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും തമിഴ്നാട്ടിലെയും എല്ലാം ഭക്തർ കൂട്ടം കൂട്ടമായി കലിയുഗവരദന്റെ തിരുസന്നിധിയിലെത്തി പ്രാർത്ഥിച്ച് ആത്മസായുജ്യമടങ്ങി മടങ്ങുന്നത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയെ കളങ്കപ്പെടുത്താൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചാൽ അതിനെ എല്ലാവരും ചേർന്ന് എതിർക്കുമെന്ന് സർക്കാരിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.